ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബ്ലാക്ക് സ്റ്റഡും ഡ്രോപ്സും ആണ് കേട്ടോ. സ്റ്റഡ്സും ഡ്രോപ്സും ആണ്. അപ്പോൾ കുറേയൊന്നുമില്ല കേട്ടോ, ഞാൻ കുറേശ്ശെ കാണിക്കണത്. അപ്പോൾ ആദ്യം ഞാൻ 13 മിനിറ്റിൻ്റെ വീഡിയോ കിട്ടപ്പോൾ എല്ലാവർക്കും അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി എന്നോട് സ്ഥിരം വീഡിയോസ് കാണുന്നവർ എന്നോട് പറഞ്ഞു, ആൻറ്റി ചെറുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവും. പിന്നെ കുറേ ഡിസൈൻസ് ഒന്നിച്ച് പോകുമ്പോൾ നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരാശയക്കുഴപ്പം വരും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇടാൻ പറഞ്ഞപ്പോൾ അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ 5 മിനിറ്റിലൊക്കെ വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ സെക്ഷൻ നിങ്ങൾ സ്ഥിരം കാണുന്നവർക്കറിയാം, നമ്മളതിൻ്റെ ഫോട്ടോസാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടിട്ട് അത് ഈ രണ്ടാമത്തെ ചെറിയ സൂഫിയുടെ കുഞ്ഞ് കല്ലാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയിട്ട് അത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ ഞാൻ അതിന് മറുപടി അയക്കും. അപ്പോൾ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഹായ് അയച്ച വഴിക്ക് മറുപടി കണ്ടില്ലെങ്കിൽ കോൾ ചെയ്യും. അപ്പോൾ വിളിച്ചാൽ കാര്യമില്ല കേട്ടോ, കാരണം ഫോൺ സൈലൻറ്റിലാണ്, പ്രത്യേകിച്ച് ബിസിനസ് ഫോണാണ്. നിങ്ങൾക്കറിയാമല്ലോ, അധികം കോണ്ടാക്ട്സ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനൊരു ഹൗസ് വൈഫാണ്, കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ എന്ത് തന്നെയായാലും ഫോൺ നോക്കും. മെസ്സേജ് കണ്ടാൽ ഉടനെ അതിന് റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോസ് വരുമ്പോൾ പറയാം. അപ്പോൾ എന്താ പറയുക, ആവശ്യക്കാർ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇന്ന വീഡിയോയിലത്തെ ഇന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടമാനം ഇങ്ങനെ കാര്യങ്ങൾ കാണുന്നതല്ലേ. പ്രത്യേകിച്ച് പല പാറ്റേൺ നമ്മളുടെ മനസ്സിൽ വന്ന് മറയുമ്പോൾ ഇതിലേതാണ് നിങ്ങൾ പറയുന്നതെന്ന് ആൻറ്റിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനാണ് ഞാൻ ഈ ഫോട്ടോസ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഫോട്ടോസ് ആകുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സമയം ഇട്ടിട്ടാണ് ഞാൻ ഓരോ ഫോട്ടോസും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതനുസരിച്ച് വേണം ചെയ്യാനായിട്ട് എന്നോട് സഹകരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോസ് കാണാം. അപ്പോൾ ഇതൊക്കെ ഇതുവരെയുള്ളത് സ്റ്റഡായിരുന്നെങ്കിൽ ഇതാണ് ഡ്രോപ്സ് വരുന്നത്. അപ്പോൾ പിന്നുള്ളതുണ്ട്, മറ്റ് പിരിയുള്ളതുണ്ട്. അപ്പോൾ ഇത് പിന്നുള്ള പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡംബൽസിൻ്റെ തന്നെ സംഭവമാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ മാലകളുണ്ട്, വേണമെങ്കിൽ കരിമണി മാല വേറെ ഉണ്ട്, നെക്ലസ് എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നെക്ലസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ആർക്കും സ്വർണ്ണത്തിന് ഇപ്പോൾ വളരെ വില കൂടിയിരിക്കുന്ന സമയമാണ്. എന്നാൽ നമുക്ക് മാറി ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അങ്ങനെ പെട്ടെന്ന് കളർ പോവില്ല, അതുപോലെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടാവില്ല, അതുപോലെ കറുത്ത കളറായിട്ട് വരില്ല. അപ്പോൾ പിന്നെ റീപ്ലേറ്റ് ചെയ്യാം. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് കളറ് പോയി കളയാം അങ്ങനെ വിചാരിക്കേണ്ട. എന്നിട്ട് നാളെ കളറ് പോയാലും അത് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു സെപ്പറേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സ്റ്റഡുകളാണ്. അപ്പോൾ ആദ്യം കണ്ടത് ശരിക്കും നല്ല തരം മുത്താണ്. ഇത് കല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് സൂഫിയുടെ കുഞ്ഞ് സ്റ്റോണ്, സ്ക്വയർ, ഇതാണ് സൂഫി സ്റ്റോൺ കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ ഈ സൂഫി സ്റ്റോണിൽ സ്പ്ലിറ്റ് ബാംഗിൾസ് ഉണ്ട്, നമുക്ക് ഇയറിങ്സ്, സ്റ്റഡ്സ്, ലോക്കറ്റ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോൺ തന്നെയാണ്, കുഞ്ഞ് ഒരു ഗോപി പാറ്റേൺ സ്റ്റോണാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടി ഇത് വളരെ ചെറുതൊന്നും അല്ല കേട്ടോ, ഒരു മീഡിയം സൈസാണ്, വളരെ കുഞ്ഞിതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ വിരൽ പോലെ നിങ്ങൾ പിടിച്ച് നോക്കിയിട്ട് ഏകദേശം ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സൈസ്. ഇത് മുകളിലുള്ളതാണ് സൂഫി, അതിൻ്റെ ചെറുതാണ് താഴെ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സൈസ് ഇല്ല കേട്ടോ. അപ്പോൾ മുകളിലത്തെ കല്ലിൻ്റെ സൈസിലാണ് മറ്റേ സ്പ്ലിറ്റ് ബാങ്കിളും പിന്നെ നമ്മുടെ ലോക്കറ്റും മോതിരം ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ AD സ്റ്റോണാണ്. ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ നടുക്ക് വരുന്നത് ക്രിസ്റ്റലിൻ്റെ മറ്റേ കണ്ടിട്ടില്ലേ നിങ്ങൾ, അതാണ് കേട്ടോ. പിന്നെ ഇത് സാധാരണ ഒരു ചതുരൻ സ്റ്റോണിൻ്റെ ചുറ്റും ഒരു എന്താ പറയുക, ഒരു ബോർഡർ, അത്രയേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നതാണ്. കുട്ടി AD സ്റ്റോൺസാണ്, നല്ല ഭംഗിയോടെ. AD സ്റ്റോൺസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വല്ലാണ്ട് തിളങ്ങില്ല, ഇങ്ങനെ പറ്റി കിടക്കുക, അതിന് ഇങ്ങനെ പിടുത്തുണ്ടാവില്ല. ഇതാണ് കണ്ടോ, നല്ല ഭംഗി. ഇതിൻ്റെ തന്നെ നവരത്നം, പേള് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണിത് കേട്ടോ. ഇത് നമ്മുടെ ഡംബൽസിൻ്റെ ഇതിൻ്റെ 3 സൈസ് ഉണ്ട്, വലുത്, മീഡിയം, ചെറുത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ സ്റ്റോക്ക് വലുത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് കാണിച്ചിട്ടുള്ളത്. ഇത് അതുപോലെ മുത്താണ്, അതിൻ്റെയും പേളുണ്ട്.
പിന്നെ ഇത് 2 പീസാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. അത് 2 പീസായിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് നമ്മളുടെ സാധാരണ സ്റ്റഡ് കോളേജ് കുട്ടികൾക്കോ സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള സ്റ്റഡാണ് ഈ രണ്ടും. അപ്പോൾ ഈ രണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് വലുത് തോന്നും രണ്ടാമത്തത്, പക്ഷേ ആ രണ്ടാമത്തെ സ്റ്റഡും വലുതല്ല കേട്ടോ, സാധാരണ ഒരു വലിപ്പമുള്ളൂ അതിന്. പിന്നെ ഇത് വരുന്നത് ലവാണ്. ലവും ഈ പറഞ്ഞ പോലെ വളയുണ്ട്, കമ്മലുണ്ട്, പിന്നെ ലോക്കറ്റ് ഉണ്ട്, അങ്ങനെയുള്ള സെറ്റുകളുള്ളതാണ് ഈ ലവിൻ്റെ കമ്മൽ. ഇതിൻ്റെ തന്നെ വൈറ്റ്, ഒരുവിധം എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ. ഇത് ഈ സെമി സർക്കിൾ, അതായത് നമ്മുടെ കാതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന തരം സ്റ്റഡാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ കുറേ കളറുകളുണ്ട് കേട്ടോ. പിന്നെ ഇത് കുഞ്ഞ് മുത്തുകൾ, ഈ മുകളിലത്തൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, കണ്ടമാനം പോയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ, ഇത് സെക്കൻഡ് സ്റ്റഡായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് പിന്നെ ഡ്രോപ്സിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മളുടെ നവരത്നത്തിൻ്റെ സെക്ഷനിൽ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ബ്ലാക്കാണ്, നല്ല തരം കല്ലാണ്. ഇത് പിന്നാണ് വരുന്നത് കേട്ടോ, മറ്റേ പിരിയല്ല, പിൻ ടൈപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മൾ നേരത്തെ ഡംബൽസ് കണ്ടില്ലേ, അതിൻ്റെ തന്നെ സ്റ്റഡ് വലുതും ഞാലി ചെറുതുമായിട്ടാണ്. ഇതന്നെ തിരിച്ചു വരുന്നുണ്ട്, ചെറിയ സ്റ്റഡും വലിയ ഞാലിയായിട്ടും. ഇത് 3 സ്റ്റെപ്പിൻ്റെ കമ്മൽ. അങ്ങനെ ഡംബൽസിൻ്റെ തന്നെ കുറേ പാറ്റേൺ ഉണ്ട് കേട്ടോ. ഈ ഡംബൽസിൽ മെയിനായിട്ട് ബ്ലാക്ക്, വൈറ്റ്, റൂബി, ഗ്രീൻ, അങ്ങനെ കുറേ കളറുകൾ വരുന്നുണ്ട്. ഇത് പിന്നെ ഒരു ചെറിയൊരു ഫ്ലവറായിട്ട്, ഇത് പിൻ പാറ്റേണാണ്, പിന്നാണ് കേട്ടോ. നേരത്തെ പോലെ പിരിയല്ല, പിന്നാണ്, വെള്ള സ്റ്റഡും പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഡ്രോപ്സായിട്ട്. ഇത് പിന്നെ നമ്മളുടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു കമ്മലാണ്, ഇങ്ങനെയുള്ളൊരു സ്റ്റഡും പിന്നെ ഒരു 2 ഞാലിയായിട്ട്. ഇത് ഹെവി ആയിട്ടുള്ള, ഹെവി എന്ന് പറയാൻ അത്ര ഹെവിയൊന്നുമല്ല, സാധാരണ മറ്റേതിലൊക്കെ വിട്ട് കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഡ്രോപ്സ്, അത്രയേ ഉള്ളൂ ഒരു കമ്മൽ. ഇത് ഗോൾഡിൻ്റെ പിരിയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് സ്വർണ്ണക്കമ്മൽ പോലെ കേട്ടോ. ഇത് പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ, സ്റ്റഡ് വേറെയും ഡ്രോപ്സ് വേറെയാണ്. അപ്പോൾ ഇതും ഈ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്കൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തൊട്ട് ഇട്ട് തുടങ്ങാൻ തോന്നുന്നുണ്ട്. അത്രയും ചെറുതെന്ന് പറഞ്ഞാൽ നീളത്തിൻ്റെ അല്ല, തീരെ വെയിറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്ലാക്ക് സ്റ്റഡും ഡ്രോപ്സിൻ്റെയും വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ, നാളെ വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.